ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നടത്തുന്ന സംയുക്ത ട്രേഡ് യൂണിയൻ വടക്കൻ മേഖല പ്രചരണ ജാഥയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. അവസാന കേന്ദ്രമായ മട്ടന്നൂരിൽ സ്വീകരണം നൽകി. തലശ്ശേരി റോഡിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ആരോഗ്യ മേഖല കേന്ദ്ര സർക്കാർ കൈവഴിക്കുകയാണ്. ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് മോഡി സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, പെൻഷൻ 9,000 രൂപയായി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ജാഥ ക്യാപ്റ്റൻ KN ഗോപിനാഥ് നയിക്കുന്ന ജാഥ ജില്ലയിലെ സ്വീകരണത്തിന് ശേഷം വയനാട് ജില്ലയിൽ പ്രവേശിച്ചു. ഇതേവരെ ഇങ്ങനെ വലിയ കോൺസിക്വൻസ് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടവും അതുപോലെ തന്നെ വരുമാന നഷ്ടവും ഗവൺമെന്റിനും ഉണ്ടാവും, തൊഴിലാളികൾ നഷ്ടം ഉണ്ടാവുന്നതോടൊപ്പം ഗവൺമെന്റിനും ഉണ്ടാവും. കൂടുതൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ ജീവനോപാധികൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി തൊഴിലാളി ധർമ്മ നടത്തും, പിക്കറ്റിംഗ് നടത്തും, നിവേദനം കൊടുക്കും. അതിനൊന്നും ഒരു പരിഗണനയുമല്ലാതെ ആ പരിഗണനയില്ലാതെ വന്നാൽ ആത്യന്തികമായി തൊഴിലാളി പണി നിർത്തിവെക്കും. അതിനുള്ള അവകാശം രാജ്യത്തുണ്ട്, നിയമത്തിലുണ്ട്. പുതിയ ലേബർ കോഡ് പരീക്ഷാടിസ്ഥാനത്തിൽ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ചട്ടം ആവിഷ്കരിക്കാൻ നോക്കിയിരിക്കുകയാണ്. ആവിഷ്കരിക്കാതെ നടപ്പാക്കാൻ ഇന്ത്യയിലെ സ്റ്റേറ്റുകളോട് നിർബന്ധിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് തൊഴിൽ മന്ത്രി യൂണിയൻ നേതാവായിട്ടുള്ള ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു, കേരളത്തിൽ ഇപ്പോൾ അത് ആഗ്രഹിക്കാൻ കഴിയില്ല. കേന്ദ്രം ആദ്യം ചട്ടം ആവിഷ്കരിക്കട്ടെ എന്നത് ആഗ്രഹിക്കുക. മുണ്ടാണി പുരുഷോത്തമൻ അധ്യക്ഷനായി. ജാഥ മാനേജർ OK സത്യൻ, TK രാജൻ, എലിസബത്ത് അസീസി, PV തമ്പാൻ, AN സലീം കുമാർ, ഷിനു വള്ളിൽ, OT സുജേഷ്, M ഉണ്ണികൃഷ്ണൻ, റസിയ ജാഫർ, ഹംസ പുല്ലാട്ടിൽ, R സുരേഷ്, V കുഞ്ഞാലി, അബ്ദുൾ റഹിമാൻ, P കൃഷ്ണമ്മാൾ, T കൃഷ്ണൻ, C കൃഷ്ണൻ, NV ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.